ഹലോ ഗായ്സ്, അപ്പം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വലിയൊരു വെൽക്കം. അപ്പോൾ പരിപാടി തുടങ്ങാമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങൾ കണ്ണൂർ പോയ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാട്ടോ. അപ്പോൾ നമുക്കങ്ങ് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മുടെ ട്രാവൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ കാക്കാഴത്തുനിന്ന് ആലപ്പുഴയിൽ പോയി അവിടെ നിന്നായിരുന്നു ബസ് കയറിയത്. അപ്പോൾ ഞങ്ങൾക്ക് രാത്രിയായിരുന്നു കേട്ടോ ബസ്, സ്ലീപ്പർ ബസ്സിലായിരുന്നു പോയത്. നല്ല കംഫർട്ടായിരുന്നു കേട്ടോ. ഞാനും ഉമ്മിയും അയൻ ബേബി ഞങ്ങൾക്ക് 3 പേർ കൂടെ കിടക്കാൻ പറ്റി. അത് തന്നെ വലിയ കാര്യം. അങ്ങനെ ഞാൻ ഇതിനകത്ത് ആദ്യം കേട്ടോ, സ്ലീപ്പറിൽ ഞാൻ ഇതുവരെ അങ്ങനെ പോയിട്ടില്ല. ഞാൻ ആദ്യമായിട്ടോ പോകുന്നത്. അത് വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇടയ്ക്ക് ഇങ്ങനെ പോകട്ടെ. അപ്പോൾ ഞങ്ങൾ രാത്രി ഇവിടുന്ന് കയറി രാവിലെ 6 മണിയാകുമ്പോൾ നമ്മൾ കണ്ണൂരെത്തും. കണ്ണൂരെത്തിയ പരിപാടി തുടങ്ങണ്ടേ. അങ്ങനെ ഞങ്ങൾ ചായ വെച്ചങ്ങ് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ അത്യാവശ്യം നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വലിയ മഴയല്ല, ചെറിയ മഴയല്ല, എന്നാലും മഴ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇവിടുന്ന് നേരെ ഇരിക്കൂർ പോകട്ടെ. കണ്ണൂർ ടൗണിൽ ഞങ്ങൾ ഇറങ്ങിയത്. അവിടെ നേരെ ഇരിക്കൂറിലോട്ട് പോകുക കേട്ടോ. അങ്ങനെ റമീസ് ഞങ്ങൾ രാവിലെ അവിടെ നിന്ന് പിക്ക് ചെയ്യാൻ വന്ന് അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകാം. അന്ന് വീട്ടിൽ പോയി ഒന്ന് ഫ്രഷപ്പായിട്ട് നമുക്ക് ബാക്കി പരിപാടികളിലേക്ക് കടക്കാം. ഇനി ഞാനൊരു അലേർട്ട് തരുവാണ്. കുറച്ചുകൂടി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയിൽ മൊത്തം പച്ചപ്പായിരിക്കും. പച്ചപ്പ് നിങ്ങളുടെ കണ്ണിന് കുളിര് കോരും ഗൈസ്. അങ്ങനെ ലെവലുണ്ടായിരുന്നു. ആഗ്രഹിച്ചിട്ട് വീടുണ്ട്. അപ്പുറം ആ വീട് അതെടുത്തിട്ട് 2 കൊല്ലം ആയിട്ടുള്ളൂ. അത് 1.5 കോടിക്കാർ വിറ്റിട്ടാണ് ഇവിടത്തേക്ക് പോയിട്ടെടുക്കണം. കണ്ണൂരിൽ നിന്ന് ഞങ്ങൾ ആദ്യം ഇരിക്കൂറെത്തി. ഇരിക്കൂറിൽ ഞങ്ങൾ അവിടെ സൽമാടെ വീട്. അങ്ങനെ സൽമാടെ വീട്ടിൽ ആദ്യം പോയി അയൻ ബേബിക്ക് അവിടെ ഞങ്ങൾ സാക്കീൻ്റെ കാറ് കിട്ടി. അപ്പോൾ അവൾ അതിനകത്തുള്ള പരിപാടിയിലാണ്. അവിടെ ചെറിയ ഇതാക്കാൻ വയ്യ. ഇവിടെ തൊട്ട് നമ്മുടെ ചാനലിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ വീഡിയോയിൽ നിറച്ചും പച്ചപ്പങ്ങ് നിറഞ്ഞു നിൽക്കും. ഇതാണ് വിഷ്വൽ ബ്യൂട്ടി എന്ന് പറയും. അപ്പം ഞങ്ങൾ ഇരിക്കൂറിൽ നിന്ന് നേരെ കാഞ്ഞിരക്കുല്ലി എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ട് പോകും കേട്ടോ. അപ്പം അവിടെ ഒന്നും കൂടെ ഉള്ളിലോട്ടുള്ള ഒന്നും കൂടെ ഹിൽ ഏരിയ കേട്ടോ. അപ്പം നമ്മൾ ഈ മൂന്നാർ, കൊടൈക്കനാൽ ആ ഒരു പോകുന്നൊരു വൈബ് ആ സ്ഥലത്ത്. ഓഫ് റോഡും ഒക്കെ ഉണ്ട് കേട്ടോ. വീഡിയോയിൽ എന്ത് കാണുന്നു? വീട് പള്ളി കണ്ടാ? 5 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ എത്തിയപ്പം അത്യാവശ്യം കുറച്ച് ഇരുട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇരുട്ടുമ്പോഴത്തേക്ക് കോടയൊക്കെ ഇറങ്ങാൻ തുടങ്ങി. അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ ഇതാട്ടോ ഒരു കുഞ്ഞു വീടാട്ടോ. 2 ബെഡ്റൂം, ഒരു കിച്ചൺ. അപ്പോൾ ഫുഡ് സാധനങ്ങളൊക്കെ ആയിട്ട് വന്നാൽ ഇവിടെ സെറ്റാണ്. വൈബ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാട്ടോ. Sana sa mga
ഒരു സ്പെഷ്യാലിറ്റിയും കൂടെ ഉണ്ട്. എന്താണെന്നറിയാമോ? ഇവിടെ ഇൻ്റർനെറ്റ് കിട്ടത്തില്ല, റേഞ്ചും ഇല്ല. അടിപൊളി. അതുകൊണ്ട് നല്ല രസം കേട്ടോ. മീൻസ് ഫോണൊന്നും ഇല്ലാതെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റും. എങ്ങനെയാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കൈ ഒരുക്കും, അയ്യോ ഫോൺ വേണേ എന്ന് പറഞ്ഞു. പക്ഷേ ഫോണിന് റേഞ്ച് ഇല്ല, അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അപ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് സംസാരിക്കും, എന്തൊക്കെയൊക്കെയോ സംസാരിക്കും. പിന്നെ ഈ വെറുതെ ഇങ്ങനെ ഒരു ശൂന്യതയിൽ ഇരിക്കുന്നുള്ളൊരു സന്തോഷമുണ്ടല്ലോ. കുറേ നാളുകൾക്ക് ശേഷമായിട്ടാണ് ഞാനത് എക്സ്പീരിയൻസ് ചെയ്തത്. പിന്നെ ഇവിടെ വന്നിട്ടും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ സാധനം അട്ടേനെയൊക്കെ ഞങ്ങൾ കണ്ട്. പിന്നെ അപ്പോൾ നമ്മളെന്താ ഇൻഡോർ ഗെയിംസിലോട്ട് പോകും ഇനി. കാരണം വെച്ചാൽ നമ്മുടെ കയ്യിൽ ഫോണില്ല. അപ്പോഴത്തേക്ക് നല്ല കോമ്പിനേഷൻ കേട്ടോ, നമ്മുടെ ചെസ്സും ക്യാരംസും. എല്ലാവരും ഒന്ന് കളിച്ച് നോക്കണം, അടിപൊളി വണ്ടർഫുൾ എക്സ്പീരിയൻസാണ്. ആ ബട്ടർഫ്ലൈ, അതേ വലിയ ബട്ടർഫ്ലൈ. അങ്ങനെ രാത്രി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സംസാരിച്ച് ഒരുപാട് കാര്യങ്ങൾ, പഴയ കാര്യങ്ങളും ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ പറഞ്ഞത്. ആരെങ്കിലും ഒരാൾ തുടക്കം ഇട്ടാൽ മതി, അതിൻ്റെ വാല പിടിച്ച് എല്ലാവരും ഓരോരോ കഥ അങ്ങ് പറഞ്ഞ് നല്ല രസമായിരുന്നു കേട്ടോ. കുറേ നേരം നമുക്ക് എന്താ പറയുക, ഫാമിലി ടൈം എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി ടൈമാട്ടോ. അടിപൊളിയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ കിളിയുടെ കളകളാരവമൊക്കെ കേട്ടിട്ട് ഞാനങ്ങ് ഉണർന്നു ഗൈസ്. ഇതാണ് ചരിച്ചിട്ടേ അപ്പൊ വീട് കോടയിലാ നിക്കുന്നേ. അങ്ങനെ രാവിലെ ഞങ്ങൾ കാടൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ. ഇത് ഞങ്ങളുടെ ആ വീടിൻ്റെ ബാക്ക് വശം കേട്ടോ. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് ഇതേ നോക്കിക്ക്, അങ്ങോട്ടൊക്കെ നോക്കി ഫുൾ കോടയാണ്. അങ്ങോട്ടൊന്നും കാണാൻ പോലും പറ്റത്തില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഞങ്ങൾ പാറേൻ്റെ മേളിൽ കയറുന്നത് വെച്ചാൽ ആ പാറേൻ്റെ മേളിൽ ഒരു കട്ട റേഞ്ച് കിട്ടും. അപ്പോൾ എനിക്ക് സ്റ്റാറ്റസും വീഡിയോ ഒന്നും ഇടാനായിട്ട് എന്താ പറയുക പറ്റുന്നില്ല. എങ്ങനെയെങ്കിലും വീഡിയോ ഇടണ്ടേ, ഇത്രയും നല്ല അടിപൊളി സ്പോട്ടല്ലേ. അങ്ങനെ ഞാൻ ഫോട്ടോയും വീഡിയോ ഒക്കെ ഇട്ട് അതിൻ്റെ മേളിൽ നിന്ന് ഞാൻ കുറച്ച് നേരം നിന്ന് എങ്ങനെയോ ഞാനത് അപ്ലോഡ് ചെയ്ത്. ഇവിടെ വന്നിട്ട് ഉമ്മി ഇതേ അതിൻ്റെ പുറകെ നടക്കുമായിരുന്നു. അട്ടേനെ കാണുമ്പോൾ ഉള്ള അട്ടേനെല്ലാം ഉപ്പിട്ട് നടക്കുക. അയ്യോ ഉമ്മയ്ക്ക് ഇപ്പം പാമ്പ് അങ്ങനത്തെ സാധനമൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ കണ്ടാൽ ഭയങ്കര നമ്മളെങ്ങനെ അടുത്തിരുന്നാലും നമ്മൾ പിച്ച് ഞെരടും ഉമ്മി. തീയൊന്നും വെക്കാണ്ട് ഉപ്പിട്ട് കൊടുത്താണേ. ചപ്പാത്തി അങ്ങനെ രാവിലെ ചപ്പാത്തി മുട്ട റോസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതേ ഞാൻ കുറച്ച് ഷോയൊക്കെ ഇറക്കും കേട്ടോ, ഒന്നും വിചാരിക്കരുത്. പപ്പിക്ക് കണ്ണു കാണത്തില്ല, അവിടെ ദേക്കായോ ചാടുന്നുണ്ടില്ലേ? രണ്ടാമത്തെ ദേ ചക്ക കണ്ടോ ഗൈസ്, ചക്ക. ഇതെന്താ പറയുക, ഞങ്ങൾ പുറത്ത് പോയിട്ട് വന്നപ്പോഴത്തേക്കും സൈഡിൽ പ്ലാവുണ്ട്. അപ്പോൾ ഇത് കുത്തനെ ഇങ്ങനെ കറക്റ്റ് സ്പോട്ടിൽ ഇങ്ങനെ തന്നെ നിൽക്കുമായിരുന്നു ആ ബതിലിൻ്റെ മണ്ടയ്ക്ക്. അപ്പോൾ ഒന്നും നോക്കിയില്ല, ഞങ്ങളിങ്ങനെ എടുത്ത് മുറിച്ച്
കുറേ ഇതുണ്ട് കേട്ടോ. നല്ല ചക്ക. അപ്പോൾ ഞങ്ങളോട് അയ്യോ സീസൺ അല്ലല്ലോ, ചക്ക കിട്ടത്തില്ലല്ലോ എന്നൊക്കെ കരുതി വിഷമിച്ചിരുന്നത്. അങ്ങനെ ഞങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടു. അങ്ങനെ ഞങ്ങൾക്കൊരു ചക്കീനെ തന്നു. എൻ്റെ രോമൻ മതി ചവിട്ടി കൊല്ലുക അമ്മ. എന്ത് റമീസൊക്കെ പ്രോയാണ്. എന്ത് പെട്ടെന്നാണ് ചക്ക മുറിക്കുന്നതൊക്കെ അറിയാവാ. ഞാനൊക്കെ ചക്ക മുറിക്കുന്ന എന്ത് ചടങ്ങ് പരിപാടിയാണ്. നമുക്ക് കറക്റ്റ് ഇങ്ങനെ വട്ടം വെട്ടി എന്നിട്ട് നടുക്കുന്ന ഉണ്ട പോലത്തെ സാധനം അതെടുത്ത് കളഞ്ഞ് പിന്നെ ഇത് രണ്ടായിട്ട് പുലർത്തി നമുക്ക് ഈസി ആയിട്ട് കഴിക്കാം കേട്ടോ. നല്ല വരിക്ക ചക്കയായിരുന്നു. ഭയങ്കര മധുരമല്ല, ഒട്ടും മധുരമില്ലാത്ത ഈ മിഡിൽ മധുരമുള്ള ഒരു പരിപാടിയുണ്ടല്ലോ, അത് എത്ര വേണമെങ്കിലും നമുക്കിരുന്ന് തിന്നാം. എന്നുവെച്ചാൽ ഈ ഒരു ക്ലൈമറ്റും കൂടെ ആയതുകൊണ്ട് പറയാൻ വേണ്ട. ഒരു പീസ് കൂടെ എടുക്കാം. ഫാമിലി അടക്കം ചക്കയുടെ ഡൈ ഹാർഡ് ഫാന്. ഞങ്ങളുടെ ഉമ്മ ഏറ്റവും വലിയ ചക്ക കൊതിച്ചിയ. ഉള്ളില് ഫോൺ അതൊക്കെ പിന്നെ നോക്കാം. ഇത് ഞങ്ങൾക്ക് ശാസ്ത്രം പറയുന്നില്ല. ഒന്നുകൂടെ മുട്ടിക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് മുട്ടിക്ക്. That's five fingers. It's green apple. ഒരു ജോലിയാ ചക്ക മുറിക്കല്. ബിബീനെ കുറച്ച് നേരം ഇരുത്താനുള്ള സംഭവമൊക്കെ എൻ്റെ ഫോണിൽ കിടപ്പുണ്ടായിരുന്നു. അവൾ ഓൾറെഡി കുറച്ച് വീഡിയോ ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ പേടിക്കണ്ട. അവൾ അതും കണ്ടുകൊണ്ടിരുന്നു. പക്ഷെ അവൾ അധികം ഫോണും യൂസ് ചെയ്തില്ല. കാരണം വെച്ചാൽ നെറ്റില്ലല്ലോ. അപ്പോൾ അവൾ കണ്ട വീഡിയോസ് വീണ്ടും കാണുമ്പോൾ അവൾക്ക് അങ്ങനെ വലിയ മൂഡൊന്നുമില്ല. പക്ഷേ ഈ ക്ലൈമറ്റും ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് പുള്ളിക്കാരി ഫുൾ ഓട്ടം ചാട്ടവും ബഹളമായിരുന്നു അവിടെ. പിന്നെ അധികം പുല്ലിൻ്റെ ഇടയിലൊട്ടും വിട്ടില്ല, മറ്റേ അട്ട കടിക്കുമല്ലോ. അതുകൊണ്ട് അവൾക്ക് അവിടെ അത്യാവശ്യം ഓടി നടന്ന് കളിക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചക്കക്കൂറോ അങ്ങനെ ഞാനും ബാപ്പിയും കൂടെയും കാട്ടിലേക്ക് കിടക്കുക. ഇതൊക്കെ ഏത് സമയമാണെന്നറിയാമോ? അവിടെ ഒരു 1 മണി 2 മണി ആ ടൈം ആട്ടോ. ഈ ക്ലൈമറ്റ് കണ്ടാൽ പറയുമോ? അപ്പൊ അവിടെ നിന്ന് കെട്ടിയിട്ടേക്കുന്നുണ്ടോ? രാജാവിന്റെ ഫോട്ടോ ഫോട്ടോ നടക്കുന്ന വീഡിയോ നടക്കുന്ന വീഡിയോ ഫോട്ടോക്ക് എന്ത് ചെയ്യും? വീഡിയോ അവിടെ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ എടുക്കന്നെ, ഇങ്ങനെ കറങ്ങി എടുക്കുക. അവിടെ ഇങ്ങനെ അങ്ങനെ കറങ്ങി റണ്ണിങ് അല്ലേ? ഇപ്പൊ രമേശായിരുന്നു. എത്തിട്ടില്ല.
തേക്കൊക്കെ ഇരിക്കുന്ന രമേശ് വെട്ടി. തേക്കൊന്നും വെട്ടാൻ പാടില്ല. തേക്കൊന്നും വെട്ടാൻ പാടില്ല സർക്കാരിന്റെ അനുമതി ഇല്ലാതെ. ആണോ? പെർമിഷൻ എടുത്തിട്ടോട്ടാ. അല്ല ഇത് നിങ്ങളുടെ പറമ്പിൽ വെച്ചാ ആരുടെ പറമ്പിലാണെങ്കിലും മതിയാ മതി. എഴുന്നേര് അതാണ് പ്രശ്നം. ഓഫ് ചെയ്യട്ടെ. ആട് ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണ് ഗൈസ്, നോക്കിക്കേ. അപ്പം ഞങ്ങൾ അവിടെ ഇരിക്കാൻ നേരത്ത് ആടിൻ്റെ സൗണ്ട് കേട്ടെ. അപ്പം ഞങ്ങളടുത്തിന് തേ നോക്ക് ആട്. അപ്പം ഞങ്ങളടുത്ത് ഇന്നെന്ന ഗ്രില്ലടിച്ചാലോ, പിന്നെ നാട്ടുകാർ പിടിച്ചടിച്ചാലോ എന്നടുത്ത് അതിനെ വെറുതെ വിട്ടേച്ച്. അങ്ങനെ ഉച്ചക്കത്തെ ഞങ്ങളുടെ ലഞ്ചാണ് റമീസിൻ്റെ സ്പെഷ്യൽ മധൂത്ത്. ഉമ്മയുണ്ട്. അങ്ങനെ അടിപൊളിയായിരുന്നു, അടിപൊളി മധുഹൂത്തായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇതിപ്പോൾ എത്ര സമയമെന്ന് പറയാൻ പറ്റുമോ? 5 മണി. കൊള്ളാം. എന്തോ ഒന്ന് അവിടെ നനങ്ങി ഉരുണ്ട്. കറുപ്പ് പാൻറ്റും നീല കൊക്കോ 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 കൊക്കോ. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ പച്ചപ്പൊക്കെ? അപ്പം എല്ലാവരും ഒന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. നമ്മുടെ വീട്. അങ്ങനെ ലാസ്റ്റ് വീഡിയോ എടുത്ത് എൻ്റെ വീഡിയോയുടെ ഫാനായിട്ട് ഇതേ അട്ട എൻ്റെ കൂടെ അങ്ങ് വന്നേച്ച്. അപ്പം ഞാനിങ്ങനെ കാല് ചൊറിഞ്ഞപ്പോഴത്തേക്ക് എന്തോ ഒരു സാധനം ഇങ്ങനെ തടയുന്നു. ഇതിനെ പറിച്ചു മാറ്റാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഉപ്പ് ലൈറ്റർ ഒഴിച്ച് ഇങ്ങനെ തീ കൊടുത്തിട്ടാണ് അതിനെ മാറ്റിയത് കേട്ടോ. നല്ലതുപോലെ കിട്ടാനൊത്തിരി കടവ് വരുന്നില്ല. വേറൊരു വിഷ്വൽ ബ്യൂട്ടി ഞാൻ കാണിച്ചു തരാം. അതേ നോക്കിക്കുക, കണ്ട ഇങ്ങനെ മേഘം ഇങ്ങനെ താഴ്ത്തോട്ട് ഇങ്ങനെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുക. കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇത് നോക്കിക്കേ, അവിടെ ആ ഒരു ഏരിയ ഉണ്ടോ നോക്കട്ടെ നമുക്ക്. അതായത് കർണാടക ഫോറസ്റ്റ് ഏരിയ, ആ ഏരിയ കേട്ടോ. നമുക്കിനി പോകാൻ പറ്റുവാണെങ്കിൽ നമുക്കൊരു വ്ളോഗ് ഇടാം. ഒരു വ്ളോഗിനുള്ള വകുപ്പുണ്ട്. മേഘം പോലെ കാണുന്ന അതൊക്കെ കർണാടക ഫോറസ്റ്റ് ആണ്. നമുക്ക് കയറാൻ പറ്റത്തില്ലല്ലേ? പ്രശ്നമൊന്നുമില്ല. അത് നല്ലത്. മോളൊക്കെ പോയേക്കല്ലേ മോളെ? അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഇരിക്കൂറിലേക്ക് പോവാട്ടോ. കണ്ണൂർ പോയാൽ ഫുഡ് കഴിക്കണ്ടേ മക്കളെ? മച്ചം പെണ്ണുണ്ടോ, കുഞ്ഞാലി മച്ചം പെണ്ണുണ്ടോ, താമസരക്ക പെണ്ണുണ്ടോ, സരക്കാ
അയ്യോ കണ്ണൂർ പോയാൽ ഫുഡ് അടിച്ച് മനുഷ്യൻ അയ്യോ ഇഷ്ടം പോലെ കഴിക്കാനുണ്ട്, ഇഷ്ടം പോലെ. ഞാൻ പറഞ്ഞ അടുത്ത പ്രാവശ്യം ഞാൻ വയറ് വാടകയ്ക്ക് എടുത്തിട്ടാണെങ്കിലും വരും, അത്രയ്ക്കും വെറൈറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ട്രെയിൻ വന്നു, അങ്ങോട്ട് പോകാനായി. ഇനി ആലപ്പുഴയിൽ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫുൾ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു ഗൈസ്.